നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി വരുന്ന ഷീറ്റ് തൂക്കത്തിനായിരിക്കും കിട്ടുക. അത് പല അളവിലായിരിക്കും കിട്ടുക. ഇതിപ്പോൾ നീളത്തിൽ ഒരുപാടുണ്ട്, അത് തൂക്കത്തിനനുസരിച്ച് നമ്മൾ എടുത്തതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു വീതി ഉണ്ടല്ല, ഇത് നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 അടിയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട അളവ്, ഈ ഒരു സൈഡ് നമുക്ക് വേണ്ട അളവ് 5 അടിയുടെ 4 അടിയുടെ 3 അടിയുടെ ഒക്കെ ഉണ്ടായിരിക്കും. മറ്റേത് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം തൂക്കം എടുക്കുന്നതനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും 3 മീറ്ററിൽ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചില ഡബിളായിരിക്കും. ഇപ്പോൾ 5 അടിയുടെ സാധനം എന്ന് പറഞ്ഞാൽ ഡബിളായിരിക്കും. ഇതിൻ്റെ അടിയിൽ ഒരു ലെയറും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡബിളാക്കി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി കൂടുതൽ കിട്ടും, നല്ല സേഫ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഷീറ്റ് കുറവായതുകൊണ്ട് ടാങ്കുകൾ, കൂടുതൽ ടാങ്കുകൾക്ക് ഈ ഷീറ്റ് എത്തിക്കണം എന്നുള്ള പ്ലാനിങ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു ലെയറായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 5 അടിക്ക്, അതായത് 60 ഇഞ്ചിന് ഏകദേശം 80-85 ഇഞ്ചോളാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലാണ് ലീക്ക് ഉണ്ടായിരുന്നത്. ഇത് തെർമോക്കോളിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ഷീറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെയർ എടുത്തുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകാൻ ചാൻസ് ഇല്ല. ആ ഹോള് കവർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഇതിന് പാകത്തെ ഒരളവ് നമ്മൾ അളന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഇത് ഇറക്കി വിടാൻ പോകുന്നത്. ഇനി ഇത് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടുതലായിട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടിക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു തെർമോക്കോളിൻ്റെ ബോക്സിൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ലോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഇങ്ങോട്ട് പൊട്ടാനുള്ള ചാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈഡ് ആവാറുണ്ട്. അതേപോലെ തന്നെ വീതി കൂടിയിട്ടുള്ളൊരു തെർമോക്കോളിൻ്റെ ബോക്സാണിത്. ഇതിൽ നമ്മൾ അതുപോലെ തന്നെ കണ്ടില്ലേ ഇങ്ങനെ കയറിട്ട് കെട്ടി കൊടുക്കുക ചെയ്തു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് പൊന്തി വരുന്ന സമയത്ത് തള്ളിച്ച ഒഴിവാക്കി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്. ഫ്രിഡ്ജ് ബോക്സിന് നമ്മൾ MCയിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ലീക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ലീക്ക് കണ്ട സമയത്ത് ഇതിനകത്തും നമ്മൾ ഇപ്പോൾ ഷീറ്റ് വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഷീറ്റ് വിരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കയറ് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ട് പിന്നെ വീഴാൻ ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അളവെടുത്ത് ചെയ്യുക. അളവെടുത്ത് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കണ്ടില്ല, കുറച്ച് കൂടുതലുണ്ട്. മാക്സിമം നല്ല രീതിയിൽ അളവെടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിയെടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിൽ ചെറിയ ചുളുക്കൊക്കെ ഇപ്പോൾ കാണും, പക്ഷേ വെള്ളം നിർത്തി കഴിഞ്ഞാൽ അതൊക്കെ സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു തൊട്ട് പുറത്ത് ഫ്രിഡ്ജ് ബോക്സ് വേറെ ഉണ്ട്. ഇത് നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 ആക്കിയതായിരുന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ പാളിപ്പോയി. പക്ഷേ ഒരു പീസ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. പക്ഷേ ഇതിന് ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മളിപ്പോൾ ഷീറ്റ് വിരിക്കാൻ പോകണം. അപ്പോൾ ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ താഴ്വശത്തായിട്ട് ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടില്ലേ കുറേ ഷേപ്പ് വ്യത്യാസങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഷീറ്റ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുമ്പോൾ ചിലപ്പം ഇവിടെയൊക്കെ തട്ടിയിട്ട് ഷീറ്റ് പെട്ടെന്ന് കീറാനുള്ള ചാൻസ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് വരുമ്പോൾ ഈ ഏരിയയിൽ ഷീറ്റ് വരുള്ളൂ. അപ്പോൾ അത്ര വെള്ളത്തിൻ്റെ ലോഡ് വന്നു കഴിഞ്ഞാലും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറാണ് കേട്ടോ ഈ കാണുന്നത്. സൈസൊക്കെ നല്ല രീതിയിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇയറൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനാക്കിയിട്ടുള്ള ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ഈ ഒരു ടാങ്കും നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഷീറ്റ് വിരിച്ചിട്ട് തന്നെ കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിനകത്ത് ബ്ലാക്ക് ഷീറ്റ് വിരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ബ്ലാക്ക് കളറായതുകൊണ്ട് മീനുകൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ബിഗ് ഇയർ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടത് തന്നെയാണ്. പിന്നെ മീനുകൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഇതിനകത്ത് ഏകദേശം ഒരു മാസത്തിന് അടുത്തായിട്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് സെറ്റായിട്ട് ഇത് ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഇതിൽ MCയിലിട്ട് ഒട്ടിച്ചിട്ട് ലീക്ക് വന്ന സമയത്താണ് നമ്മൾ ഇതിനകത്ത് ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഫ്രിഡ്ജ് ബോക്സിനാണ്. ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഇത്തരത്തിൽ ഫ്രിഡ്ജ് ബോക്സ് MCയിലിട്ട് ഒട്ടിച്ചിട്ട് വെള്ളം നിർത്തിയിട്ടാവും യൂസ് ചെയ്യാറുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സാണിത്. തെർമോക്കോളിൻ്റെ ബോക്സിൽ നമ്മൾ എന്തെങ്കിലും ഇതിൽ നമ്മുടെ ഷ്രിമ്പാണ് ഇതിലുള്ളത്. ഇതിൽ നമ്മൾ മറ്റേ സിമെൻറ്റ് ഉണ്ടല്ലോ, സിമെൻറ്റ് ജസ്റ്റ് തേച്ച് കൊടുത്തിട്ട് അങ്ങനെ വെള്ളം നിർത്തിയിട്ട്. അപ്പം മീൻ വളർത്താൻ എങ്ങനെയെങ്കിലും വെള്ളം നിർത്തിയാൽ മതി എന്നുള്ള ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇത് ഷീറ്റ് തന്നെ, ഇത് ഒരു യെല്ലോ കളർ ഷീറ്റാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. ഇതിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് കണ്ടില്ലേ, നമ്മൾ വെള്ളമൊക്കെ നിർത്തിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ യെല്ലോ കളർ ഷീറ്റ് തന്നെയാണ്. അപ്പോൾ ഈ യെല്ലോ കളർ ഷീറ്റിനൊക്കെ ഒന്നും കൂടി കനം കൂടുതൽ ബ്ലാക്ക് കളർ ഉണ്ട്. നമ്മൾ ആദ്യം വാങ്ങിയത് യെല്ലോ ആയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കംപ്ലയിൻറ്റുകൾ വന്നു തുടങ്ങിയ സമയത്ത് രണ്ടാമതൊരു ഓപ്ഷൻ നമ്മൾ ബ്ലാക്ക് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ടാണ് ബ്ലാക്കിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നിർത്തിയിട്ടുള്ള മീനുകളൊന്നും ആക്കിയിട്ടില്ല. വേണ്ടില്ല, വെയിലടി ഇങ്ങനെ കൊണ്ട കാരണമാണ് ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയതുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ നമ്മളൊക്കെ റീസെറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള ടാങ്കുകളായിട്ട് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കയറ് കെട്ടി കൊടുത്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മടക്കി വെക്കാൻ പറ്റുന്നുണ്ട്. ചില ഏരിയകളിൽ അങ്ങോട്ട് എത്തുന്നില്ല, അതുകൊണ്ടാണ് ആ ഒരു ഫിനിഷിങ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക, കാരണം നമ്മൾ അലങ്കാരത്തിനല്ല മീൻ വളർത്തണം. അപ്പോൾ നമ്മളെ ടാങ്കുകളും കൂടി ഒന്നും കൂടി ഭംഗിയാവുകയാണെങ്കിൽ വരുന്ന ആളുകൾക്ക് മീനുകൾ ആസ്വദിക്കുന്നതോട് കൂടിയിട്ട് തന്നെ ആ ഒരു കാഴ്ചയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ചുറ്റുവശം അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ
ആസ്വദിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ പുതിയതായിട്ട് ടാങ്കുകൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജ് ബോക്സാണ്, ഈ കാണുന്ന 2 ഫ്രിഡ്ജ് ബോക്സാണ്. അപ്പോൾ ലീക്ക് വന്ന ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷീറ്റ് വിരിച്ചതാണ്, വെള്ളമൊക്കെ നിർത്തി സെറ്റാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ 2 ഫ്രിഡ്ജ് ബോക്സിൽ നേരിട്ട് തന്നെ വെള്ളം നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ തെർമോക്കോളിൻ്റെ ബോക്സാണത്, കണ്ടില്ലേ. ഇപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനൊക്കെ നീളം കുറച്ചും കൂടി കൂടുതൽ തെർമോക്കോളിൻ്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ലോഡാകുമ്പോൾ തള്ളി പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കയറ് കിട്ടിയത്. പക്ഷേ നമുക്ക് എന്ത് ഒന്നും കൂടി ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഫ്രിഡ്ജ് ബോക്സ് നല്ല സപ്പോർട്ടാണ്, ഈ ഒരു സൈഡിൽ ഫ്രിഡ്ജ് ബോക്സിൻ്റെ കേസിൻ്റെ നല്ല സപ്പോർട്ടായതുകൊണ്ട് അങ്ങോട്ടും പൊട്ടി പോകാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തൊട്ട് പുറത്ത് മരങ്ങൾ ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയ ഇലകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ നെറ്റ് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ, മുകളിലൊക്കെ മരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇലകൾ വീഴും കേട്ടോ. ഗ്രീൻ നെറ്റ് വെച്ചുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലടി നേരിട്ട് കൊള്ളുന്നത് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ആൽഗ പെട്ടെന്ന് ഫോം ചെയ്യുന്ന സംഭവമൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. കുറഞ്ഞ ചിലവിൽ ടാങ്കുകൾ നിർമ്മിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാങ്കുകളുടെ നിർമ്മാണ പണികൾ തീർക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഷീറ്റുകൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോക്കറി ഐറ്റംസ്, വീട്ടുപകരണങ്ങൾ, അടുക്കള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളുടെ എല്ലാ അത്തരത്തിലുള്ള കടകളിലും ഈ സംഭവം കിട്ടും. ആ കടയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരിക്കും ഈ നമ്മുടെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഷീറ്റുകളൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരിക്കും. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പല മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന മറ്റായിട്ടുള്ള പല മെറ്റീരിയൽസ് കാണാൻ പറ്റും. ഈ പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ പർപ്പസ് മീൻ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ കുഴിയാക്കിയിട്ട് അതിൽ വെള്ളം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയത് മെറ്റീരിയൽസ് ഉപയോഗിക്കുക. പക്ഷേ ഓരോ മെറ്റീരിയൽസിനും ഓരോ പ്രൈസ് ആയിരിക്കും. ഇന്നിപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് ഷീറ്റാണ്. അതിന് ഏകദേശം കിലോന് വരുന്നത് 90 രൂപ റേഞ്ചാണ്. അത് പല ഷോപ്പുകളും പല പ്രൈസായിരിക്കും കേട്ടോ, പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒരു യെല്ലോ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോ ഷീറ്റിന് വരുന്നത് ഏകദേശം 120 രൂപയാണ്. പക്ഷേ ഈ യെല്ലോ ഷീറ്റിനൊക്കെ കുറച്ചും കൂടി കനം കൂടുതലാണ് ഈ ബ്ലാക്ക്, പക്ഷേ പ്രൈസ് കുറവാണ്. പക്ഷേ നമ്മൾ 1 കിലോനോ 2 കിലോനോ 3 കിലോനോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവില്ല ഈ യെല്ലോ ഷീറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ടും കൂടി. യെല്ലോ ഷീറ്റാണ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ വെയിലടിയൊക്കെ കൊണ്ടിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ലീക്ക് വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് മാറ്റിയിട്ട് ബ്ലാക്കിൽ തവണ നമ്മൾ ബ്ലാക്കാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ടാങ്കിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ടാങ്കുകൾ എപ്പോഴും സേഫ് ആയിരിക്കും. കാരണം രാത്രി സമയത്തൊക്കെ ടാങ്ക് ലീക്കായിട്ട് വെള്ളം മൊത്തം പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മീനുകൾ മൊത്തം ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഏരിയയിൽ വീണ്ടും നമ്മൾ ടാങ്കുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ മൈ ഫാമിങ്ങിൻ്റെ തുടക്ക സമയത്തൊക്കെ ഇവിടെ കുറച്ച് ടാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ ടാങ്കുകളൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത് മഴയൊക്കെ വന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ വേനലാണ്, ഇപ്പോൾ വലിയ പ്രശ്നമില്ല. വെയിലടിൻ്റെ പ്രശ്നത്തിന് നമ്മൾ മുകളിൽ ഗ്രീൻ നെറ്റ് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം സെറ്റാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മുതൽ നമുക്ക് ഇതിലേക്ക് മീൻ കുഞ്ഞുങ്ങളൊക്കെ ആക്കി തുടങ്ങണം. നമ്മുടെ ഫാമിൽ തന്നെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഗപ്പി ട്രേകളിലൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങോട്ട് മാറ്റാനുണ്ട്. അതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.